യൂട്യൂബിലൂടെ ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അതിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയാണ് സുഹൃത്തുക്കളായ 3 ചെറുപ്പക്കാർ. ഉറ്റ സുഹൃത്തുക്കളായ ഗുരുവായൂർ സ്വദേശി നിഖിൽ മാധവ്, ഹരിപ്പാട് സ്വദേശികളായ ഹരീഷ് ചന്ദ്രൻ, രജു കോശി എന്നിവരുടെ മനസ്സിലുദിച്ച ആശയമായിരുന്നു കലാരംഗത്തുകൂടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വഴി കണ്ടെത്തുക എന്നുള്ളത്. ഇതിനായി ചെറുനാരങ്ങ എന്ന പേരിൽ ബാനർ രൂപീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. കോമഡി പ്രമേയമാക്കി ചെറുനാരങ്ങ എന്ന പേരിൽ തന്നെ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ഒരുക്കി. ഈ ചിത്രം യൂട്യൂബിലൂടെ കണ്ടത് 3.5 ലക്ഷം പേരാണ്. ഇതിലൂടെ ലഭിച്ച വരുമാനം കാക്കനാട് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന തെരുവോര മുരുകനും ആലുവ ജനസേവ ശിശുഭവനും ഈ ചെറുപ്പക്കാർ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. ഇവരുടെ രണ്ടാമത്തെ സംരംഭമായ ഇഗ്നോഡ് എന്ന 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ചുരുങ്ങിയ ദിവസം കൊണ്ട് യൂട്യൂബിലൂടെ കണ്ടത് 3000-നടുത്ത ആൾക്കാരാണ്. ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആഴ്ചയിലൊരിക്കൽ നമുക്ക് അനാഥർക്ക് ആഹാരം കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇനിയുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പുതിയ ഷോർട്ട് ഫിലിമായ ഇഗ്നോഡ് രൂപകൽപ്പന ചെയ്ത്. ഇഗ്നോഡിന്റെ ഡയറക്ടറാണ് ശ്രീ നിഖിൽ മാധവ്, ഞാനതിലെ ആക്ടറാണ്. രജു കോശിയാണ് അതിന്റെ DOP ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇഗ്നോഡ് എന്ന് പറയുന്നത് ബാലവേലയെ ആസ്പദമാക്കിയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ബാലവേല, അപ്പം നമ്മൾ കാണാതെ പോകുന്ന, ഇഗ്നോഡ് എന്ന് പറഞ്ഞാൽ കാണാതെ പോകുന്ന, നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന അവസ്ഥകളാണ്. അപ്പോൾ കാണാതെ പോകുന്ന കാഴ്ചകൾ. അങ്ങനെ കൊച്ചിയിലെ ഒരു തെരുവിൽ നടക്കുന്ന സംഭവം നമ്മൾ പലരും കാണാതെ പോകുന്നു. പക്ഷേ ഞങ്ങളത് ഒപ്പിയെടുക്കാൻ, ഞങ്ങളുടെ ക്യാമറകൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതാണ് ഇഗ്നോഡ്. ബാലവേല പ്രമേയമാക്കി രൂപപ്പെടുത്തിയ ഇഗ്നോഡ് എന്ന ഹ്രസ്വചിത്രം ഇതിനോടകം തന്നെ യൂട്യൂബിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. നിഖിൽ മാധവാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രജു കോശിയാണ് ഛായാഗ്രഹകൻ. ഇതിലൊരു കഥാപാത്രമായി ഹരീഷും പങ്കാളിയായി. അഭിനേതാവായ ഹരീഷ് ചന്ദ്രനും സംവിധാന രംഗത്തുള്ള നിഖിൽ മാധവും ഇപ്പോൾ തങ്ങളുടെ പുതിയ സംരംഭത്തിന്റെ തിരക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥനായ രജു കോശി സ്ഥലത്തില്ലെങ്കിലും ഫോണിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. സിനിമയടക്കമുള്ള വലിയ സംരംഭങ്ങളും ഈ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ട്. എന്നാൽ ലക്ഷ്യം ഒന്നേയുള്ളൂ ഇവർക്ക്: ജീവകാരുണ്യ പ്രവർത്തനം. അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം.